ഹലോ ഗൈസ്, ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് കീപ്പെയറിനെ കുറിച്ചാണ്. എങ്ങനെ ഒരു കീപ്പെയർ ലോക്കലി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അത് AWSലേക്ക് ഇമ്പോർട്ട് ചെയ്യാം, എങ്ങനെ പുട്ടിജൻ വെച്ചിട്ട് PPK ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് EC2 ഡാഷ്ബോർഡിലാണ്. അപ്പോൾ നമുക്ക് ഒഹിയോ എന്ന് പറഞ്ഞ റീജിയനിലാണ്. അപ്പോൾ കീപ്പെയർ റീജിയൻ വൈസ് ആണ്. ഞാനിപ്പോൾ EC2 ഡാഷ്ബോർഡിൽ കീപ്പെയർ എന്ന് പറഞ്ഞ ടാബ് ഉണ്ട്. അതിനകത്ത് വന്നാൽ നമുക്ക് നമ്മുടെ കീസ് എല്ലാം കാണാനായിട്ട് പറ്റും. ഞാൻ ഓൾറെഡി ഒരു കീ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് പുതിയ കീ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് കീപ്പെയർ കൊടുക്കുക. നമുക്ക് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇമ്പോർട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു EC2 ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് മസ്റ്റായിട്ടും ഒരു കീപ്പെയർ എന്തായാലും പറഞ്ഞു കൊടുക്കണം. അപ്പോൾ EC2 ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ലാസ്റ്റത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെയാണ് കീപ്പെയറിൻ്റെ സെക്ഷൻ ചോദിക്കുന്നത്. ഇവിടെ നമുക്ക് ചൂസ് എക്സിസ്റ്റിംഗ് കീപ്പെയർ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി കീപ്പെയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ എല്ലാം ഷോ ചെയ്യും. നമുക്കത് വെച്ചിട്ട് ലോഞ്ച് ഇൻസ്റ്റൻസ് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ക്രിയേറ്റ് ന്യൂ കീപ്പെയർ ആണെങ്കിൽ അതും കൊടുക്കാം. കീപ്പെയർ ടൈപ്പ് ഏതാണെന്നുള്ളത് ചൂസ് ചെയ്യാം. RSA ആണ് കോമൺലി യൂസ് ചെയ്യുന്നത്. RSA ചൂസ് ചെയ്യാം. മറ്റേത് ED525 അത് സപ്പോർട്ട് ചെയ്യില്ലെന്ന്, വിൻഡോസിൽ സപ്പോർട്ട് ചെയ്യില്ലെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ കീപ്പെയർ നെയിം കൊടുക്കുക, എന്നിട്ട് ഡൗൺലോഡ് ചെയ്യുക. കീപ്പെയർ നമ്മൾ സേഫായിട്ട് സൂക്ഷിച്ച് വെക്കണം. നമ്മൾ ഏത് കീപ്പെയർ വെച്ചിട്ടാണോ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് ആ കീപ്പെയർ വെച്ചിട്ട് തന്നെ മാത്രമേ നമുക്ക് ആ ഇൻസ്റ്റൻസിനെ കണക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് സേഫായിട്ട് സൂക്ഷിച്ച് വെക്കുക. പിന്നെ അതേപോലെ നമുക്ക് അടുത്ത ഓപ്ഷൻ ഉള്ളത് പ്രൊസീഡ് വിത്തൗട്ട് കീപ്പെയർ ആണ്. അപ്പോൾ അതാണെങ്കിൽ നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഒരു AMA ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഓൾറെഡി പാസ്വേഡ് എല്ലാം കൊടുത്തിരുന്നു. കീപ്പെയർ വെച്ച് കൺവേർട്ട് ചെയ്ത് പാസ്വേഡെല്ലാം ഞാൻ കൊടുത്തു. പിന്നെ ആ കീപ്പെയറിൻ്റെ ആവശ്യമില്ലെങ്കിൽ നമുക്ക് വിത്തൗട്ട്, ഇപ്പോൾ വിൻഡോസിൻ്റെ കേസിലൊക്കെ നമുക്ക് ഇത് വിത്തൗട്ട് കീപ്പെയർ കൊടുക്കും. ഞാൻ ഓൾറെഡി പാസ്വേഡ് എല്ലാം ചേഞ്ച് ചെയ്തു. പിന്നെ എനിക്ക് വിത്തൗട്ട് കീപ്പെയർ വെച്ചിട്ട് കണക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഏതെങ്കിലും ഒരു പാസ്വേഡ് കീപ്പെയർ ഇല്ലാതെയാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള കേസുകളൊക്കെ നമുക്ക് വിത്തൗട്ട് കീപ്പെയർ യൂസ് ചെയ്യാവുന്നതാണ്. അതായത് മുകളിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പബ്ലിക് കീ ഉണ്ടാവും, പ്രൈവറ്റ് കീ ഉണ്ടാവും. പബ്ലിക് കീ സെർവറിലായിരിക്കും ഹോസ്റ്റ് ചെയ്യുന്നത്. പ്രൈവറ്റ് കീ വെച്ചിട്ടായിരിക്കും നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതുപോലെ വിൻഡോസിൽ നമുക്ക് കീ വെച്ചിട്ട് അതിന് തന്നെ പാസ്വേഡ് ജനറേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ എന്നിട്ട് ആ പാസ്വേഡ് വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു കീപ്പെയർ എന്തായാലും മസ്റ്റായിട്ട് ആവശ്യമാണ്. നമുക്കിനി ഒരു കീപ്പെയർ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ കീപ്പെയറിൻ്റെ ഡാഷ്ബോർഡിൽ നല്ലൊരു നെയിം കൊടുക്കുക. 2 ടൈപ്പ് കീപ്പെയറാണുള്ളത്. RSA ഉണ്ട്, ED25519 എന്ന് പറഞ്ഞ ടൈപ്പും ഉണ്ട്. അതുപോലെ PPK നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫസ്റ്റ് തന്നെ ഒരു PEM കീ ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് എന്നിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത് സേവ് ചെയ്യണമെന്ന് നോക്കുമ്പോൾ അത് സേവ് ചെയ്ത് വെക്കുക. ലോക്കൽ സിസ്റ്റത്തിലേക്ക് സേവ് ചെയ്യണം. ഇപ്പോൾ ഞാൻ PEM കീ ചെയ്തു. ഇനി നമുക്ക് PPK ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ PPK ഫോർമാറ്റ് അത് അങ്ങനെ ഒരു നെയിം കൊടുക്കുവാണ്. കീ എന്ന് പറഞ്ഞ് കൊടുത്തു. ഞാൻ PPK ആണ് അത് പുട്ടി യൂസ് ചെയ്യുന്നവർക്കാണ് PPKയുടെ ആവശ്യം വരുന്നത്. നോർമലി അല്ലാത്ത രീതിയിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് OpenSSH തന്നെ മതി, .pem തന്നെ മതി. അപ്പോൾ ഞാൻ 2 കീസ് ഞാൻ എൻ്റെ ലോക്കൽ സിസ്റ്റത്തിലേക്ക് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത PPK ഫയൽ വെച്ചൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഡിഫോൾട്ട് സെറ്റിങ്സ് തന്നെ വേണമെന്നും സെപ്പറേറ്റ് ചൂസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് അടിക്കുക. T2 മൈക്രോ ചൂസ് ചെയ്തു. ഇമേജ് സെലക്ട് ചെയ്തു. നെക്സ്റ്റ് അടിച്ച് പോകണം. സ്റ്റോറേജ് ബൈ ഡിഫോൾട്ട് തന്നെ യൂസ് ചെയ്യുന്നു. നെയിം കൊടുക്കുന്നത് ഞാനിപ്പോൾ ഡെമോ PPK കീ എന്ന് പറഞ്ഞൊരു നെയിം കൊടുക്കുവാണ്. അപ്പോൾ അടുത്തത് സെക്യൂരിറ്റി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഒന്നിലേക്ക് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് യൂസ് ചെയ്യുക. ഞാൻ എക്സിസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് അടിക്കുക, ലോഞ്ച് കൊടുക്കാൻ നേരത്ത് കീപ്പെയർ ഏതാണെന്നുള്ളത് ചൂസ് ചെയ്യാൻ പറയും. അവിടെ ഞാൻ PPK കീ ആണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ അത് ചൂസ് ചെയ്തിട്ട് ലോഞ്ച് ഇൻസ്റ്റൻസ് കൊടുക്കണം. ചെക്ക് മാർക്ക് കൊടുക്കുക, ലോഞ്ച് ഇൻസ്റ്റൻസ് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റൻസിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ റണ്ണിങ് ഇൻസ്റ്റൻസ് ഡെമോ PPK എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഇൻസ്റ്റൻസ് റണ്ണിങ് ആണ്. നമുക്കിനി കണക്ട് ചെയ്ത് നോക്കണം. അപ്പോൾ നോർമലി നമ്മൾ PEM കീ ആണ് ഡൗൺലോഡ് ചെയ്യാറുള്ളത്. അതിനെ നമ്മൾ പുട്ടി വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ PPK വെച്ചിട്ട് പുട്ടി ജെൻ വെച്ചിട്ട് കൺവേർട്ട് ചെയ്യും, PPK ഫോർമാറ്റ് ആക്കും. ഇപ്പോൾ ഓൾറെഡി നമ്മൾ PPK കീ ഉള്ളത് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ പുട്ടി എടുത്തതിന് ശേഷം ആ സെർവറിൻ്റെ പബ്ലിക് IP കോപ്പി ചെയ്തു. എന്നിട്ട് ആ യൂസറിൻ്റെ ഏതാണോ EC2 യൂസർ @IP പറഞ്ഞു കൊടുത്തു. പോർട്ട് 22 ബൈ ഡിഫോൾട്ട്. ഇനി നമുക്ക് കീയുടെ പാത്ത് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ SSHൻ്റെ സെക്ഷനിൽ പോയിട്ട് ഓത്തിൽ ആ കീ എവിടെയാണ് കൊടുക്കണം ആ കീ പറഞ്ഞു കൊടുക്കാം. ഇതിനകത്ത് PPK ഫോർമാറ്റ് മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ.
ഇപ്പോൾ ഞാനിപ്പോൾ എല്ലാം കൊടുത്തപ്പോൾ എനിക്ക് എസ് കൊടുത്തു. അപ്പോൾ എനിക്ക് എൻ്റെ ആ സെർവറിലേക്ക് പി പി കെ കീ വെച്ചിട്ട് കണക്റ്റായി. എനിക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വന്നില്ല. നോർമൽ കേസിൽ നമ്മൾ പെം ഫയലാണെങ്കിൽ അതിനെ പി പി കെ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പുട്ടി വെച്ചിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതേപോലെ തന്നെ ഗിറ്റ് യൂസ് ചെയ്യണവരാണെങ്കിൽ ഗിറ്റ് ടൂൾ യൂസ് ചെയ്യണവരാണെങ്കിൽ നമുക്ക് പെം വെച്ചിട്ടേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പെം ഫോർമാറ്റ് വേണം നമുക്ക് SSH ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ലോക്കൽ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് ഒരു കീ ജനറേറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിനുള്ള കമാൻഡാണ് SSH key എന്ന് പറഞ്ഞ ടൂൾ വെച്ചിട്ടാണ് നമ്മൾ ഒരു ഫയൽ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഓൾറെഡി AWS അവർ ഡോക്യുമെൻറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെ അതിൻ്റെ ഗൈഡ് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ. ഇതിനകത്ത് അവർ പറയുന്നുണ്ട് അതിൻ്റെ കീ ഏതൊക്കെ ഫോർമാറ്റ് വേണം, എങ്ങനെയാണ് വേണ്ട എല്ലാ ഡീറ്റെയിലും അവർ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ കാണാം RSA ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. RSA ഫോർമാറ്റാണ് സപ്പോർട്ട് ടൈപ്പ് RSA ആൻഡ് ED255 സപ്പോർട്ട് ചെയ്യുന്നത്. DSA സപ്പോർട്ട് ചെയ്യില്ലെന്ന് അവർ പറയുന്നുണ്ട്. പിന്നെ വിൻഡോസിൽ ED255 സപ്പോർട്ട് ചെയ്യില്ലെന്ന് അവർ പറയുന്നുണ്ട്. പ്രൈവറ്റ് കീ മസ്റ്റ് പെം ആയിരിക്കണം. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നേരത്ത് പെം എന്ന് പറഞ്ഞ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ അതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നമുക്കതെങ്ങനെ പിന്നെ തേർഡ് പാർട്ടി നമുക്ക് താഴത്തേക്ക് നിങ്ങളിത് വായിച്ചു നോക്കുക. അതിനകത്ത് പറയുന്നുണ്ട് എങ്ങനെ SSH keygen -m പെം എന്ന് പറഞ്ഞ സാധനം, പെം എന്ന് പറഞ്ഞ ഫോർമാറ്റ് നമ്മൾ എന്തായാലും മെൻഷൻ ചെയ്യണമെന്ന് പറയുന്നുണ്ട് അവർ അതിനകത്ത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഏത് ലെങ്ത്ത് കൊടുക്കുന്ന 4096 ആണ് ലെങ്ത്ത് കൊടുക്കുന്നത്. ടൈപ്പ് RSA ആണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഫയൽ നെയിം എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. എന്ത് നെയിമിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ മൈ ലോക്കൽ കീ എന്നാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. .pem എന്ന് മെൻഷൻ ചെയ്യണം. അതേ കൂടാതെ തന്നെ -m സ്പേസ് പെം ക്യാപിറ്റൽ പറഞ്ഞു കൊടുക്കണം. അവരവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡോക്യുമെൻറ്റേഷനിൽ. അതും കൂടി പറഞ്ഞു കൊടുക്കുക. എൻ്റർ അടിക്കുക. അപ്പോൾ എൻ്റർ അടിക്കുമ്പോൾ പാസ്വേഡ് വല്ലതും വേണമെന്നാണ് ചോദിക്കുന്നത്. ഞാൻ കൊടുക്കുന്നില്ല. ഇപ്പോൾ എൻ്റെ പ്രൈവറ്റ് കീയും പബ്ലിക് കീയും ജനറേറ്റ് ആയിട്ടുണ്ട്. മൈ ലോക്കൽ പെം എന്ന് പറയുന്നത് പ്രൈവറ്റും മൈ ലോക്കൽ pem.pub എന്ന് പറയുന്നത് പബ്ലിക് കീ ആണ്. ആ പബ്ലിക് കീ ആണ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. ഈ പെം കീ വെച്ചിട്ടാണ് നമ്മൾ കണക്റ്റും ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ നേരെ കീ പെയറിൻ്റെ ഡാഷ്ബോർഡിൽ വരിക. അവിടെ വന്നതിന് ശേഷം ആക്ഷനിൽ പോയിട്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ക്രിയേറ്റ് അല്ല, നമുക്ക് ആക്ഷനിലാണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ ഡൗൺലോഡിൽ നിന്നുകൊണ്ടാണ് ഞാൻ കീ ജനറേറ്റ് ചെയ്തത്. അപ്പോൾ ആ പാത്തിൽ തന്നെ ആയിരിക്കും എൻ്റെ കീ കിടക്കുന്നത്. അപ്പോൾ ഞാൻ ബ്രൗസ് ചെയ്തതിന് ശേഷം ഡൗൺലോഡിൽ പോവുക, ആ പബ്ലിക് കീ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കീ ജനറേറ്റ് ചെയ്ത് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ നിന്നുകൊണ്ടാണ്. ഞാനപ്പോൾ ആ പബ്ലിക് കീ ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഇമ്പോർട്ട് കീ പെയർ കൊടുക്കുക. ഞാൻ സെയിം നെയിം കൊടുത്തുള്ളത്, ഞാൻ സെയിം നെയിം തന്നെയാണ് കോപ്പി ചെയ്യുന്നത്. നെയിമും പറഞ്ഞു കൊടുത്തു. ഇമ്പോർട്ട് കീ പെയർ കൊടുക്കുക. അപ്പോൾ എൻ്റെ കീ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. മൈ ലോക്കൽ കീ എന്നാണ് അത് പേര്. ഇനി നമുക്ക് ഈ കീ പെയർ വെച്ചിട്ട് ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം എൻ്റെ ലോക്കൽ സിസ്റ്റത്തിൽ പെം, അതായത് എൻ്റെ പ്രൈവറ്റ് കീ അവിടെ കിടപ്പുണ്ട്. മൈ ലോക്കൽ കീ .pem എന്ന് പറയുന്നതാണ് പ്രൈവറ്റ് കീ. നമുക്കൊരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റൻസിൻ്റെ ടാബിൽ പോയതിന് ശേഷം ലോഞ്ച് ഇൻസ്റ്റൻസ് കൊടുക്കുക. ഞാൻ ഡിഫോൾട്ട് സെറ്റിങ്സാണ് എല്ലാം പോകുന്നത്. T2 മൈക്രോ സെലക്ട് ചെയ്തു. ഞാൻ റിവ്യൂ ലോഞ്ചിൽ നിന്ന് ഡയറക്റ്റ് പോയി. സെക്യൂരിറ്റി ഗ്രൂപ്പ് മാത്രം എനിക്കൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, വർക്കിംഗ് ആണ്. ഞാൻ റിവ്യൂ കൊടുക്കുവാണ്. ലോഞ്ച് കൊടുക്കുക. ഇവിടെ ഞാൻ കീ പെയർ ചൂസ് ചെയ്യുന്നത്, ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്ത കീ പെയറാണ് ഞാൻ ചൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. മൈ ലോക്കൽ കീ RSA എന്നുള്ളത് ചൂസ് ചെയ്ത് ആക്സെപ്റ്റ് കൊടുക്കുക. ലോഞ്ച് ഇൻസ്റ്റൻസ് കൊടുക്കുക. അടുത്തത് വ്യൂ ഇൻസ്റ്റൻസ് കൊടുക്കുക. അപ്പോൾ ഇൻസ്റ്റൻസ് ഇപ്പോൾ റണ്ണിങ് ആണ്. ഞാനപ്പോൾ അതിനൊരു നെയിം കൊടുക്കുകയാണ്, ഡെമോ മൈ ലോക്കൽ കീ എന്നും പറഞ്ഞ്. ഒന്ന് ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. എന്നിട്ട് സേവ് ചെയ്യുക. ഇനി നമുക്ക് ഇതിനകത്ത് ഈ സെർവർ നമുക്ക് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത കീ വെച്ചിട്ട് കണക്റ്റ് ആവുന്നുണ്ടെന്നാണ് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ പബ്ലിക് IP എടുത്തതിന് ശേഷം പുട്ടി വെച്ചിട്ടല്ല, എൻ്റെ പെം ആണ് ഫോർമാറ്റ്. അപ്പോൾ ഞാൻ ഗിറ്റ് ടൂൾ വെച്ചിട്ടാണ് ഞാൻ കണക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ കണക്ട് കൊടുത്തതിന് ശേഷം SSH ചെയ്യാനുള്ള സ്ട്രിങ് ഞാൻ കോപ്പി ചെയ്തു. ഞാനിപ്പോൾ ഗിറ്റ് ടൂൾ എടുത്തു. അതിനകത്ത് ഞാൻ നിൽക്കുന്ന സ്പേസിൽ തന്നെ എൻ്റെ കീ പ്രൈവറ്റ് കീ അവിടെ ഉണ്ട്. മൈ ലോക്കൽ കീ .pem എന്ന് പറയുന്നതാണ് കീ.
അപ്പോൾ അതിൻ്റെ ഞാൻ ചൂസ് ചെയ്തേക്കുന്ന കീയും സെയിം ആണ്. നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ എൻ്റെ സെർവറിലേക്ക് എന്തായാലും കണക്റ്റ് ആവും. കീയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഇഷ്യൂ വരാൻ ചാൻസ് ഉള്ളൂ, കണക്റ്റ് ആവാതിരിക്കുള്ളൂ. അപ്പോൾ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, യെസ് കൊടുക്കുക. ഇപ്പോൾ ഞാൻ സെർവറിലേക്ക് കണക്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പുതിയ സെർവറിലേക്ക് ഞാൻ കണക്റ്റ് ചെയ്തു. ഇനി നമുക്ക് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത കീ പെമ്മാണ്. അതിനെ PPK ഫോർമാറ്റിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന പുട്ടി ജെൻ വെച്ചിട്ടാണ് ഞാനത് കൺവേർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പുട്ടി ജെൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നോക്കാം. എനിക്ക് പെം ഫോർമാറ്റിനെ PPKയിലേക്ക് മാറ്റാം. അപ്പോൾ എൻ്റെ കീ ഇപ്പോൾ ഡൗൺലോഡ്സിലാണ് കിടക്കുന്നത്, പ്രൈവറ്റ് കീ കിടക്കുന്നത്. അത് ഞാൻ കൺവേർട്ട് ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പുട്ടി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവണം, എന്നാമത്തെ പുട്ടി ജെൻ കിട്ടുള്ളൂ. പുട്ടി ജെൻ എടുക്കുക, ഇവിടെ ലോഡ് കൊടുക്കുക, ആ പാത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കാണിക്കത്തില്ല, PPK മാത്രമേ കാണിക്കത്തുള്ളൂ. അപ്പോൾ താഴത്ത് ഓൾ കൊടുക്കുക, ഓൾ ഫയൽ ടൈപ്പ് കൊടുക്കുക. എന്നിട്ട് ആ പെം ഫോർമാറ്റ് ഏതാണോ, ഫയൽ ഏതാണോ അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ കാണിക്കും. എന്നിട്ട് സേവ് പ്രൈവറ്റ് കീ കൊടുക്കുക, സേവ് ചെയ്യുക. ഏത് നെയിമിനകത്താണോ നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ടത് അത് കൊടുക്കുക. ഇത് .PPK ഫോർമാറ്റിലായിരിക്കും സേവ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സെയിം നെയിമിൽ തന്നെ കൊടുക്കുവാണ്. ജസ്റ്റ് -PPK എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി PPK എന്ന് കൊടുക്കുന്നു. എന്നിട്ട് സേവ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് കാണാം അവിടെ ആ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മൈ ലോക്കൽ കീ -PPK .PPK ഫയൽ. അപ്പോൾ ഇനി എനിക്ക് ഈ ഫയൽ വെച്ചിട്ട് എനിക്ക് പുട്ടി വെച്ചിട്ട് എനിക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്കൊന്ന് പുട്ടി വെച്ചിട്ട് കണക്ട് ചെയ്ത് നോക്കാം. കൺവേർട്ട് ചെയ്ത ഫയലിനെ പുട്ടി വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ IP ഒന്നും കൂടി കോപ്പി ചെയ്യുവാണ് പുതിയ സെർവറിൻ്റെ. എന്നിട്ട് പുട്ടി എടുക്കുന്നു. പുട്ടി എടുത്തതിന് ശേഷം അപ്പോൾ ഞാൻ ഓൾറെഡി നേരത്തെ ഞാൻ പുട്ടി എടുത്തിട്ടുണ്ടായിരുന്നു, പഴയ കണക്ഷനാണ്. ഞാനത് ക്ലോസ് ചെയ്യുന്നില്ല, പകരം ഞാൻ ന്യൂ സെഷൻ കൊടുക്കുവാണ്. ഇവിടെ ഞാൻ EC2 യൂസർ @ ആ പബ്ലിക് സെർവറിൻ്റെ IP, ആ സെർവറിൻ്റെ പബ്ലിക് IP പറഞ്ഞു കൊടുക്കുക. പോർട്ട് 22 തന്നെയാണ്. SSHൽ പോയി കഴിഞ്ഞാൽ എനിക്ക് കീ പറഞ്ഞു കൊടുക്കാം. എനിക്ക് വേണമെങ്കിൽ ഇതിവിടെ സേവ് ചെയ്ത് വെക്കാം. അപ്പോൾ ആ ഒരു നെയിം കൊടുക്കുക, സേവ് സെഷൻ നെയിം കൊടുത്തതിന് ശേഷം സേവ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ താഴത്ത് അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും, ഓരോന്ന് സേവായി കിടക്കും. നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ലോഡ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് കീയും കൂടി പറഞ്ഞു കൊടുക്കാണ്ട് SSH സെക്ഷനിൽ വന്നിട്ട് ഓത്തിൽ വന്നിട്ട് ആ കീ, പുതിയ കീ പറഞ്ഞു കൊടുക്കാം. മൈ ലോക്കൽ -PPK .PPK അതും പറഞ്ഞു കൊടുത്ത് എന്നിട്ട് ഒന്നും കൂടി വന്നിട്ട് സേവ് കൊടുക്കുക. അപ്പോഴാണ് സേവ് ആവുള്ളൂ. ഇനി ഞാൻ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കത്, അല്ലെങ്കിൽ ഓപ്പണോ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കത് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ലോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് വേണ്ടതെന്നുള്ളത് ലോഡ് ചെയ്യുക, എന്നിട്ട് ഓപ്പൺ കൊടുക്കുക. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഞാൻ കൺവേർട്ട് ചെയ്ത ഫയൽ വെച്ചിട്ട് കീ വെച്ചിട്ട് എനിക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക.